ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കിയാണ് കേട്ടോ ഇത്. അപ്പം നമ്മൾ ആ സ്കൂളിലെ കുട്ടികളെ ചേർത്തതിന് ശേഷം നമ്മൾ എൻ്റെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും കുറച്ചധികം പോലെ ആയി കേട്ടോ. അപ്പോൾ അത് അമ്മച്ചി ഇവിടെ വെണ്ടയ്ക്ക കൊണ്ട് സാമ്പാറും പയറുപ്പേരിയും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നമ്മുടെ സ്ഥലം ഒന്ന് അളക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അളക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. കാരണം നമുക്ക് ചെറിയൊരു ഷെഡ് മാതിരി ഉണ്ടാക്കണം എന്നുണ്ട് കേട്ടോ. ചെറിയൊരു വീട് തന്നെ നമുക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മണ്ണിടണമെങ്കിൽ അളന്ന് നമ്മളതിൻ്റെ കുറച്ച് പ്രൊസീജിയറൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അളക്കാൻ വേണ്ടിയിട്ട് ഒരാളെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് പോലെ കാട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അപ്പുറത്തും മുന്നിലൊക്കെ വീടുകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു വയൽ മാതിരി ഇതിൽ വാഴയും കവുങ്ങും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളിതാ ഈ ഒരു ഭാഗത്ത് കാപ്പിയും കുരുമുളകൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മണ്ണിടുകയാണെങ്കിൽ ഈ ഭാഗമൊക്കെ പോകും, ആ സംഭവങ്ങളൊക്കെ പോകും കേട്ടോ. ചെറിയൊരു വിഷമം എന്നാലും ചെറിയൊരു സന്തോഷമുണ്ട്. കാരണം നമുക്ക് എല്ലാവർക്കും ഒരു അവനൊരു വീട് എന്നുള്ളൊരു സ്വപ്നം അത് വലിയൊരു സ്വപ്നമാണല്ലേ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ആണെങ്കിലും നമുക്ക് ഉണ്ടായി കിട്ടിയാൽ അത് അത്രയും നല്ലതല്ലേ. അത് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ എന്താ അളക്കാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി അളക്കാണ്. അപ്പോൾ ഞാനാണ് പിടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെയിലൊക്കെ പിടിച്ച് വെട്ടി ശരിയാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ ഇത് നമ്മൾ രാത്രി ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാക്ക ഉണ്ടായിരുന്നു. അപ്പോൾ മരുമക്കളൊക്കെ ഉള്ളപ്പോൾ നല്ല ഹെവി ഫുഡ് ആയിക്കുമല്ലോ. പിന്നെ രാവിലെ ഇതാ പത്തിരി ഉണ്ടാക്കി. പിന്നെ ഉച്ചക്കേക്ക് ഇതാ സാമ്പാറും വെച്ചുണ്ടാക്കി സാമ്പാറും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ കുറച്ച് കോളിഫ്ലവർ ഉണ്ടായിരുന്നു, അതൊന്ന് ശരിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് നേരെയാക്കി പുഴുക്കളൊക്കെ ഒന്ന് നോക്കിയെടുക്കാൻ അങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇത് അതേപോലത്തെ കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എന്നാലും നമ്മളത് നന്നായൊക്കെ നോക്കി മുറിച്ച് ശരിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ചെറുതവിടെ ഭയങ്കരമായിട്ട് പാട്ട് പാടുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട്. ഇവർ മൂന്നാൾ നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു ഇനി ഇൻസ്റ്റയിലൊരു അക്കൗണ്ട് അവർക്കായിട്ട് തുറന്നു കൊടുത്താലോ എന്ന് കേട്ടോ. നിങ്ങളൊക്കെ അഭിപ്രായം ഒന്ന് കമൻ്റ് ആക്കിയിട്ടൊന്ന് എഴുതണേ. ആകെ 3-4 വരി അറിയുള്ളൂ കേട്ടോ. അത് തിരിച്ചും മറിച്ചൊക്കെ 10-15 വരിയായിട്ട് അങ്ങനെ പാടിക്കൊണ്ട് നടക്കുമായിരുന്നു. ഫോണ് പിടിച്ച അതിലാണ് റെക്കോർഡ് ചെയ്യുന്നത് കേട്ടോ. மண்டையில
ഓനറിയാതെയും കാണാതെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. കണ്ടിട്ടുണ്ടെങ്കിൽ വേഗം ഡിലീറ്റ് ചെയ്യാൻ വന്ന് കുറുമ്പാട്ട് കേട്ടോ. ഇങ്ങനെ പാടിയും കൊണ്ട് ഇങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടുന്നതാണ്. കുറച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടുന്ന വരികളൊക്കെ കൂട്ടിച്ചേർത്ത് അങ്ങനെ പാടിയും കൊണ്ട് നടക്കും. നമ്മളിവിടെ വീട്ടിലൊന്നും ഫോണിലാണേലും ടി വിയിലാണേലും ഇതൊന്നും ഇട്ട് കൊടുക്കാറില്ല കേട്ടോ. ഒക്കെ ഒരു സ്കൂളിൽ നിന്ന് പഠിച്ചിട്ട് വരുന്നതാണ്. എൻ്റെ സൗണ്ട് എന്താ എങ്ങനെയാണെന്ന് വെച്ചാൽ ജലദോഷം പിടിച്ചിട്ടാണ് കേട്ടോ. പനിയും ജലദോഷമൊക്കെ ആയിരുന്നല്ലോ. പനി കുറവുണ്ടെങ്കിലും ജലദോഷം മൂക്കടപ്പൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാ കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അച്ചാറിട്ടിട്ട് പോകുമ്പോൾ കൊണ്ടുപോകാമെന്ന് വെച്ചിട്ട് അരിഞ്ഞും വെച്ചത് ഉണ്ടാക്കി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ രാത്രിയാണിത് ഞാൻ ചെയ്യുന്നത്. നല്ല ഇടി മഴയൊക്കെയാണ് കേട്ടോ ഇവിടെ. രാത്രി ആയതുകൊണ്ട് തന്നെ ചോദിച്ചാണ് വീഡിയോസൊക്കെ എടുക്കുന്നത്. കാരണം ഫോണ് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിലും എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ രാത്രിക്കത്തെ ഫുഡിൻ്റെ പിറ്റേ ദിവസം രാത്രിയത്തെ ഫുഡാണ് കേട്ടത്. മത്തി പൊരിച്ചതാണ്. പിന്നെ ഇതാ കോളിഫ്ലവറൊക്കെ നമ്മൾ പൊരിച്ച് എന്താ പകുതിയായി ഇട്ടുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ എടുത്തിട്ട് പോയിട്ട് പിന്നെ രാത്രി ചപ്പാത്തിയും അതേപോലെ വെറുംചോറും പിന്നെ സാമ്പാറും മീനുമാണ് കേട്ടോ. മീൻ പൊരിച്ചതുമാണ്. പിന്നെ ഉച്ചക്കേക്ക് നമുക്ക് നെണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ എടുക്കാൻ മറന്നുപോയി, വീഡിയോ എടുക്കാൻ മറന്നുപോയി. നെണ്ട് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. വെന്ത് കഴിഞ്ഞപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നേരാക്കി കഴിഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനും മറന്നുപോയി. പിന്നെ അമ്മച്ചിൻ്റെ സ്പെഷ്യൽ അച്ചാറിൻ്റെ റെസിപ്പി ഒക്കെ അമ്മച്ചി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന കേട്ടോ. അച്ചാർ പൊടിയൊന്നും ഇടാണ്ട് തന്നെ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കുന്നൊരു അച്ചാറാണ്. അപ്പം അങ്ങനെ ഞാനിതാ ഇത് മെയിനായിട്ട് ഞാൻ എന്തിനാണെന്ന് അറിയാം ഉണ്ടാക്കിക്കുന്നത്. നട്ടപ്പാതിരക്ക് ഏകദേശം ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് അങ്ങോട്ട് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ മറന്നു പോയിട്ടോ കൊണ്ടുപോകാൻ.